കാസർഗോഡിൻ്റെ തനത് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓരോ കൃഷിഭവൻ്റെതും ഓരോ മൂല്യവർദ്ധിത ഉൽപ്പന്നം നമ്മൾ വിപണിയിൽ ഇറക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാസർഗോഡ് 41 കൃഷിഭവനുകളുണ്ട്. അപ്പോൾ 41 പ്രോഡക്റ്റുകളാണ് കേരള ഗ്രോ ബ്രാൻഡിങ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ ഫാമിൻ്റെ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഫാമിൻ്റെ പെപ്പർ പൗഡറും പെപ്പർ ഗാർബിൾഡും അത് കേരള അഗ്രോ ബ്രാൻഡിങ് നടത്തി വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ 3 ഫാംസാണ് ഉള്ളത്. കാസർഗോഡ് ഫാമുണ്ട്, SSF പുല്ലൂരുണ്ട്, പിന്നെ നമ്മുടെ കാഷ്യൂ പ്രോജനി ഓർച്ചാർഡ് ഗോളിമുഖിയുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ പ്രദർശനത്തിനായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്യൂ ഗ്രാഫ്റ്റ് നമുക്ക് 5ഓളം ഇനങ്ങൾ കാഷ്യൂ ഗ്രാഫ്റ്റ് പിന്നെ ഫാമിലുണ്ട്. അപ്പോൾ അതിൻ്റെ വിൽപ്പന ആമസോൺ വഴി ഗ്രാഫ്റ്റിൻ്റെ വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂ ആപ്പിൾ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉടനെ തന്നെ ഫാമിൽ നിന്ന് പുറത്തിറക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് ഫാം ഫെസ്റ്റ് പിന്നെ കാഷ്യൂ പ്രോജനി ഓർച്ചാർഡിൽ വെച്ച് ഫെബ്രുവരി 28, മാർച്ച് 1, 2 തീയതികളിൽ ഫാം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ അവസരത്തിലും നമ്മുടെ ഫാമിൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടെ ലഭ്യമാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ FPOകളും കൃഷിക്കൂട്ടങ്ങളും അവരുടെ തനതായ പ്രൊഡക്റ്റ് കേരള അഗ്രോ മാർക്കിങ്ങോട് കൂടി തയ്യാറാക്കിയത് നമ്മുടെ ഡിസ്പ്ലേ ആണ് ഇവിടെ ഇന്നത്തെ ഈ വൈകല് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് ഒരു ഡിസ്പ്ലേ സ്റ്റാൾ മാത്രമാണ്. ഓരോ FPOകളുടേതും അതിൻ്റെ വിൽപ്പനയ്ക്കായിട്ടുള്ള സ്റ്റാളുകൾ പുറത്ത് വേറെ സജ്ജമാക്കിയിട്ടുണ്ട്. ബയോ മൗണ്ടൻ, മയിൽ റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി, പാപ്പുവാൻ തുടങ്ങി സംസ്ഥാനത്ത് തന്നെ പേരെടുത്തിട്ടുള്ള വിവിധ കൃഷിക്കൂട്ടങ്ങളും അതോടൊപ്പം തന്നെ FPOകളുമാണ് ഇവിടെ പ്രൊഡക്ട്സ് ജില്ലയുടേതായിട്ട് ഇവിടെ ഡിസ്പ്ലേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ കമ്പനികളുടേതും അവരുടേതായ കേരള അഗ്രോ ബ്രാൻഡിങ്ങോട് കൂടി വിൽപ്പന നടത്തുന്ന പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ വിവരങ്ങളാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. ജില്ലയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള FPOകളുടെ ഇതാണ്. 100ലധികം പ്രൊഡക്റ്റുകൾ നമുക്ക് കേരള അഗ്രോ ബ്രാൻഡിങ്ങോട് കൂടി തന്നെയുള്ള 100ലധികം പ്രൊഡക്റ്റുകൾ നമുക്കിവിടെ ആൾക്കാർക്ക് ലഭ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്താം. കൈപ്പാട് റൈസ്, ഇത് കണ്ണൂർ ജില്ലയുടെ ഒരു തനതായ നെല്ലാണ്. കൈപ്പാട് എന്ന് പറഞ്ഞ കൈപ്പാട് കൃഷി ചെയ്യുന്ന 7ാം പഞ്ചായത്തിലെ പ്രൊഡക്റ്റാണ്. ഇത് കോൾ നിലത്ത് കൃഷി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ കോൾപ്പാടമാണ് അവിടെയുള്ളത്. അവിടെ തയ്യാറാക്കിയിരിക്കുന്ന കൈപ്പാട് റൈസിൻ്റെ വിൽപ്പനയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രദർശനവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിലെ പ്രദർശന സ്റ്റാളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞങ്ങളിവിടെ ഞങ്ങളുടെ നെന്മേനി കൃഷിഭവനിലുള്ള ഒരു പ്രസീദ് കുമാർ എന്ന കർഷകൻ്റെ 40ഓളം ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളുടെ ഒരു പ്രദർശനം ഒരുക്കിയിട്ടുണ്ട്. ആസാമിൻ്റെ തനത് നെൽവിത്തിനമായ അഘോനി ബോറ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇനമാണ്. മറ്റൊരു കാര്യം, വയനാട് ജില്ലയിൽ 58ഓളം പ്രൊഡക്ട്സുകൾക്ക് കേരള ഗ്രോ ബ്രാൻഡിങ് ലഭിച്ചിട്ടുണ്ട്. ആ 58ഓളം പ്രൊഡക്ട്സുകളാണ് നമ്മൾ പുറകിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പിന്നെ വയനാട് ജില്ലയിലെ യങ് ഫാമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായ തനി അർബൻ എന്ന ഗ്രൂപ്പിൻ്റെ വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സ് ഈ ഒരു സൈഡിലായിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു. 4 പേരടങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വേണ്ട പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പാസിറ്റിയുള്ള ഒരു യൂണിറ്റാണ്. അതിൻ്റെ റിസർവോയറിന് 40 ലിറ്റർ കപ്പാസിറ്റിയാണ് ഉള്ളത്. ഈ ഒരു ഗ്രൂപ്പ് ഈ ഒരു വെർട്ടിക്കൽ ഹൈഡ്രോപോണിക്സിൻ്റെ ഇൻസ്റ്റോളേഷൻ മുതൽ ഹാർവെസ്റ്റിംഗ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ട ഉപദേശമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ വില്ലിംഗ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. കേരളത്തിൽ എവിടെ അവരുടെ സേവനം നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊന്നുള്ളത് RKVY പദ്ധതിയിൽ ഉൾപ്പെട്ട PDMC എന്ന ഒരു സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനുള്ള ഒരു അവസരം ഈ ഒരു പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ പൈനാപ്പിൾ കൃഷിയാണ്. ഇത് പൈനാപ്പിളിന് മാത്രമായിട്ട് ഭൗമ പദവി ലഭിച്ച ഒരിടമാണ് വാഴക്കുളം പൈനാപ്പിൾ. ഈ പൈനാപ്പിൾ കൃഷി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് വിളവെടുക്കുകയും ചെയ്യാം, 1 വർഷത്തെ മുടക്കുമുതൽ തിരിച്ച് കിട്ടുകയും ചെയ്യും. പഴയ തോട്ടങ്ങൾ വിട്ടെറിഞ്ഞു പോകുന്ന റബ്ബർ തോട്ടങ്ങൾ, തരിച്ച് കിടക്കുന്ന
സ്ഥലങ്ങൾ അങ്ങനെ ഈ എറണാകുളം ജില്ലയിൽ ഒത്തിരി ഉള്ളിടത്തെല്ലാം പൈനാപ്പിൾ കൃഷി വ്യാപകമായിട്ടുണ്ട്. 2 ഇനം പൈനാപ്പിളാണ് ഉള്ളത്. പക്ഷെ മധുരമുള്ളത് മൗറീഷ്യസ് എന്ന് പറയുന്ന ഇനമാണ്. അതാകുമ്പോൾ പെട്ടെന്ന് ഫലം കിട്ടും. പിന്നെ ഉള്ളത് നമ്മുടെ എങ്ങാമ്പി വാഴ എന്ന് പറഞ്ഞ ഒരു ഇനമുണ്ട്. നമ്മുടെ അവിടെ തന്നെയുള്ളൊരു കർഷകൻ ദക്ഷിണാഫ്രിക്കയിൽ പോയി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ വിജയിപ്പിച്ചൊരു ഇനമാണ്. അത് ആവശ്യപ്പെടുന്നവർക്ക് കണ്ണ് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു വാഴപ്പഴമാണത്. പിന്നെ കുടുംബശ്രീ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുറേ ഐറ്റംസ് നമ്മുടെ അടുത്ത് കൃഷി പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. മെഴുക്കാട്ടിൽ മിൽസിൻ്റെ കോക്കനട്ട് പേസ്റ്റ്, ഡ്രൈ കോക്കനട്ട് പേസ്റ്റ്, പിന്നെ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ വാഴയ്ക്ക വറുത്തത്, ഉപ്പേരി, പൊക്കാളി അരി. എറണാകുളം ജില്ലയിൽ ഒരു പ്രത്യേക ഇനം നെല്ലാണ് പൊക്കാളി റൈസ്. അത് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ. പൊക്കാളി പ്രദേശങ്ങളിൽ മാത്രം കൃഷി ചെയ്യുന്നതാണ് പൊക്കാളി നെല്ല്. ഇപ്പോൾ നമ്മൾ പുതിയ പദ്ധതികളൊക്കെ വന്നേ പിന്നെ പൊക്കാളി നെല്ലും മത്സ്യവും പൊക്കാളി നെല്ലും നമ്മൾ ഒന്നിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ആലപ്പുഴ ജില്ലയുടെ സ്റ്റാളാണ്. ആലപ്പുഴ ജില്ല ഇത് മെയിനായിട്ട് ഞങ്ങൾ എള്ള് കൃഷിയാണ്. ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകര ഭാഗത്തുള്ള എള്ള് കൃഷിയെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വിവിധ തരം എള്ളുകളെക്കുറിച്ചും എള്ളിൻ്റെ വിവിധ പ്രോഡക്റ്റുകളുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓണാട്ടുകര എള്ള് ഭൗമസൂചിക പദവി കിട്ടിയ എള്ളനങ്ങളുണ്ട്. അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണ് ഇവിടെ ഉള്ളത്. പിന്നെ എള്ളിൻ്റെ വിവിധ പ്രോഡക്റ്റുകളുണ്ട്. മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ പലതുണ്ട്. പിന്നെ ആലപ്പുഴ ജില്ലയുടെ സ്റ്റോളിൽ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ കർഷകരുടെ ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും വലിയ ചേന കൊണ്ടുവന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ റെജി എന്ന് പറയുന്ന ഒരു കർഷകനാണ്. പിന്നെ അജയ് എന്ന് പറയുന്ന ഒരു കർഷകൻ്റെയാണ് വഴുതന, വലിയൊരു വഴുതന വെറൈറ്റി. പിന്നെ വിവിധ തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ്, തേന്, വിവിധ തരം സോപ്പുകൾ, പിന്നെ പൊടികൾ, വിവിധ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്റ്റ്, വെർജിൻ കോക്കനട്ട് ഓയിൽ തൊട്ട് എല്ലാ ഇതുമുണ്ട്. അതിൻ്റെ കേര അഗ്രോ ബ്രാൻഡ് കിട്ടിയ ജാൻറിച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ വിവിധ ഇനങ്ങളാണിത്. അതുകൂടാതെ നിരണത്തു നിന്നുള്ള കുടംപുളി, പിന്നെ പ്രതിഭ മഞ്ഞൾപ്പൊടി, അങ്ങനെ വിവിധ ജൈവ ഉൽപ്പന്നങ്ങൾ, നിരണം വൈറ്റ് പോലുള്ള ജൈവ ഉൽപ്പന്നങ്ങൾ അതെല്ലാം നമ്മളുടെ ഇതിനകത്ത് പല ബ്ലോക്കുകളിൽ നിന്നുള്ള സാധനങ്ങളായിട്ട് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കൂൺ ഗ്രാമം നമ്മൾ പല ബ്ലോക്കുകളിലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ കൂൺ ഗ്രാമത്തിൽ തണുപ്പ് കാലത്ത് വളരുന്ന ബട്ടൺ മഷ്റൂം പോലും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കാലോസൈഡ് ബേ എന്ന് പറയുന്നത്, അങ്ങനെ പല വെറൈറ്റികൾ, ഇത് ചിപ്പിക്കൂണ്, പിന്നെ പെല്ലറ്റ് രീതിയിൽ നമ്മളുടെ കൂണ് വിത്തുകൾ പെല്ലറ്റ് രീതിയിൽ വളർത്താനുള്ള മാർഗങ്ങളുണ്ട്. പിന്നെ സ്പോൺ രീതിയിൽ കൂണ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ വിവിധ പുതിയ ടെക്നോളജികളെല്ലാം ഉണ്ട്. അതുകൂടാതെ ഹൈഡ്രോപോണിക്സിൻ്റെ വിവിധ സിസ്റ്റങ്ങളുണ്ട്. ഒന്ന് ന്യൂട്രിയൻ ഫിലിം ടെക്നോളജി എന്ന് പറയുന്ന NFT എന്ന് പറയുന്ന മാർഗം. എന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്ത് ന്യൂട്രിയൻറ്റ് കലർത്തി അത് ചെറിയ ഫിലിമായിട്ട് അതിൻ്റെ വെയിലിൽ കൂടെ കടത്തിവിട്ട് അതിനൊപ്പം തന്നെ എയറേഷനും കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെടികൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൂടാതെ മീഡിയത്തിലുള്ള ഹൈഡ്രോപോണിക്സ് സിസ്റ്റം ഉണ്ട്. പിന്നെ എയ്റോപോണിക്സ്, അതിൻ്റെ ചുവട്ടിൽ തന്നെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് എയ്റോപോണിക്സ് എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. അങ്ങനെ പിന്നെ അക്വാപോണിക്സ് ഉണ്ട്. ഇതെല്ലാം ഹൈഡ്രോപോണിക്സിനകത്ത് വരുന്നതാണ്. പിന്നെ നമ്മളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ നമ്മുടെ തെങ്ങിൽ നിന്നുമൊക്കെ ഉണ്ടാക്കിയത്, പിന്നെ ഇത് പുളിയുടെ തടി കൊണ്ടുള്ള ചോപ്പിംഗ് ബോർഡ്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് പുല്ലാട് കപ്പ എന്ന് പറയുന്ന നമ്മൾ നന്നായി വേകുന്ന ഒരു പ്രത്യേക ഇനം. ആ പുല്ലാട് സൈഡിൽ കോയിപ്പുറം ബ്ലോക്കിൽ പുല്ലാട് കപ്പ എന്ന് പറയുന്ന വെറൈറ്റി ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു പ്രദർശനമാണ്. അങ്ങനെ വിവിധ തരത്തിൽ എല്ലാ ബ്ലോക്കിൽ നിന്നും എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ ഈ മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം. ഇത് കൊല്ലം ജില്ലയുടെ വൈഗ എക്സിബിഷൻ സ്റ്റാളാണ്. ഇത് വിവിധതരം കാർഷിക വിളകളും അതുപോലെ തന്നെ കേരള അഗ്രോ ബ്രാൻഡിംഗ് ഉൽപ്പന്നങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇത് വിവിധ തരത്തിലുള്ള ബനാന വെറൈറ്റീസ് ആണ്. ഇത് 1000 കാച്ചി അല്ലെങ്കിൽ സഹസ്രപൂവൻ എന്ന് പറയുന്ന തരം ഇനം ബനാനയാണ്. ഇതിൽ ഒത്തിരി പഴങ്ങൾ ഉണ്ടാവുന്ന ഒരു തരം വെറൈറ്റി ബനാനയാണ്. ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും സുഗന്ധത്തോടു കൂടിയ ഫ്രൂട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് പ്രേയിങ് ഹാൻഡ് എന്ന് പറയുന്ന ഇനമാണ്. ഇതിങ്ങനെ പഴങ്ങൾ ചേർന്നിട്ട് വളരെ കട്ടിയുള്ള തോടോട് കൂടിയ ഇനം വാഴ വെറൈറ്റിയാണ്. ഇത് ഫിലിപ്പൈൻസ് ആണ് ഇതിൻ്റെ ഒറിജിൻ. ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു വാനില ഫ്ലേവർ ഈ പഴങ്ങളിൽ നമുക്ക് കിട്ടും. അതുപോലെ ഇത് തായ്ലൻഡിൽ നിന്നുള്ള ഇനം വെറൈറ്റീസ് ആണ്. ഇത് തായ് മൂസ, അത് തായ് റെഡ്. അതുപോലെ ഇത് ഒരു വ്യത്യസ്തതയാർന്ന ഇനം തെങ്ങ് ആണ്, സ്പിക്കാറ്റ എന്ന് പറയും. ഇത് ജൈവ വൈവിധ്യമാർന്നിട്ടുള്ള ഒരു തരം തെങ്ങാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ സ്പൈക്ലെറ്റ്സ് ഒന്നുമില്ല, ക്ലാഞ്ഞിലികളൊന്നുമില്ല. ഡയറക്റ്റ് സ്പാഡക്സിൽ തന്നെ വെള്ളയ്ക്ക അല്ലെങ്കിൽ ഈ കൊച്ചങ്ങ പിടിച്ചിരിക്കുന്ന തരം ഇനമാണ്. അതുപോലെ ഇത് ആദിനാട് തേങ്ങ. ഇത് വിവിധ തരം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിത്തിനങ്ങളാണ്. ഇത് കൊല്ലം ജില്ലയുടെ വിവിധ കൃഷിഭവനുകളിൽ നിന്നുള്ള കേരള അഗ്രോ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ്. ഞങ്ങളുടെ തിരുവനന്തപുരത്തിന്റെ സ്റ്റാളാണ് ഈ കാണുന്നത്. ഇതിലിരിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം കേരള അഗ്രോ പ്രോഡക്ട്സ്, അതേപോലെ മൈക്രോ ഗ്രീൻസ് ആണ്. നമ്മുടെ കർഷകർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള കേരള അഗ്രോ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ABC ജ്യൂസിന്റെ പൗഡറാണ്. അതുപോലെ മുരിങ്ങയുടെ പ്രോഡക്ട്സ് ഉണ്ട്, മില്ലറ്റിന്റെ പ്രോഡക്ട്സ് ഉണ്ട്, അതുപോലെ ഹണി പ്രോഡക്ട്സ് ഉണ്ട്, ഹണി കോസ്മെറ്റിക്സ് ഉണ്ട്, അതുപോലെ നമ്മുടെ കുലിനറി ഐറ്റംസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇത് സവാളപ്പൊടിയുണ്ട്, അതേപോലെ ഗാർലിക് പൗഡർ ഉണ്ട്, അതുപോലെ വിവിധ ഇനങ്ങൾ കപ്പയുടെ ഡ്രൈഡ് കപ്പ, അതുപോലെ ഡ്രൈഡ് ജാക്ക് ഫ്രൂട്ട്, സോപ്പ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് റാഡിഷിന്റെ മൈക്രോഗ്രീൻ ആണ്, ഇത് സ്പിനാച്ചിന്റെ മൈക്രോഗ്രീൻ, മസ്റ്റർഡിന്റെ മൈക്രോഗ്രീൻ. നമുക്കറിയാം ഇന്നത്തെ ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാലഡ്സിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭയങ്കര ന്യൂട്രീഷൻ വാല്യൂ ഉള്ള മൈക്രോഗ്രീൻസ് ആണ് ഇതെല്ലാം. അതുപോലെ നമ്മുടെ തന്നെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പ്രോഡക്റ്റ് ആയതുകൊണ്ട് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ് ഇതെല്ലാം. നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ തന്നെ കൃഷിക്കൂട്ടങ്ങൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളാണ് ഇതെല്ലാം. ഈ കേരള അഗ്രോ പ്രോഡക്ട്സിന്റെ പ്രത്യേകത നമുക്ക് കേരള അഗ്രോ ഷോപ്സിൽ നിന്നും വാങ്ങാം, അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഇത് വാങ്ങാൻ കഴിയുന്നതാണ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്ററിൽ നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. അതായത് ഒരു കോശത്തിൽ നിന്നും അനേകായിരം കോശങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ ടിഷ്യൂ കൾച്ചർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മൂല്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ലഭിക്കുന്ന കൊലകളിൽ നിന്നും കിലോ ഭാരം കൂടുതലായിരിക്കും ഈ ടിഷ്യൂ കൾച്ചർ കൊലകൾക്ക്. അതായത് ഒരു മാധ്യമത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ടിഷ്യൂ കൾച്ചർ എന്ന് പറയുക. അതായത് ഒരു ഫീൽഡിലെ സക്കർ നമ്മൾ തിരഞ്ഞെടുക്കുക, അതിനെ അണുവിമുക്തമാക്കുക, അണുവിമുക്തമാക്കി അതിനെ ഇനോക്കുലേറ്റ് ചെയ്യുക, ഇനോക്കുലേറ്റ് ചെയ്തിട്ട് അതിന് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി മൾട്ടിപ്ലിക്കേഷൻ കൂടുതൽ കൊടുക്കുക. അതാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ ഇലോങ്ങേഷനിലോട്ടാക്കുക. ലാസ്റ്റ് പർപ്പസാണ് ഈ റൂട്ടിംഗ് മീഡിയയിലോട്ട് വരിക. ഈ പർപ്പസ് കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിനെ ഒരു പ്രൈമറി ഹാർഡനിങ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലോട്ട് മാറ്റും. തിരിച്ചത് സെക്കൻഡറി ഹാർഡർ എന്ന് പറയുന്ന സെക്ഷനാണിത്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ആ തൈ ഉൽപ്പാദിപ്പിക്കാൻ, അതായത് പ്രൊഡക്ഷന് വേണ്ടി റെഡിയായി എന്നാണ് അർത്ഥം. ഇതാണ് നമ്മളൊരു ടിഷ്യൂ കൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.